രാജൻ ഉറങ്ങിയില്ലേ? തിരുവാതിര കാലാണെന്ന് തോന്നുന്നു. ചൂട്ടും കത്തിച്ച് പാതിരാത്രിക്ക് കുളിക്കാൻ പോകുമ്പോൾ കൂടെ വരാൻ വാശി പിടിച്ച് കരഞ്ഞിരുന്നത് ഓർമ്മയുണ്ടോ? അമ്പലക്കുളത്തിന്റെ കരയ്ക്ക് തീ കാഞ്ഞിരിക്കുന്ന രസം, മാവിന്റെ കൊമ്പത്ത് ഊഞ്ഞാല്, ആത്തോലമ്മയുടെ പാട്ടും കളിയും, പൂവ വരകിയതും ഇളനീരും. ഒന്നും മറന്നിട്ടില്ലല്ലേ? വലുതാവുമ്പോ പലതും നമുക്ക് നഷ്ടപ്പെടുന്നു എഴുതി, പലതും നേടുകയാണെന്ന് തോന്നുന്നു. പോയിപ്പോയത് ഓർമ്മിച്ചാൽ കിട്ടുന്നത് നിസ്സാരം. ദാറ്റ് ഈസ് ലൈഫ്. നീ മുൻപ് പറഞ്ഞതാണ് ശരി. മാധവമാഷ മകളായി ഇവിടെയൊക്കെ വളർന്ന ആളാണെന്ന കാര്യം ഞാൻ ഇടയ്ക്കൊക്കെ മറന്നുപോയി. സാരമില്ല, ആർക്കും തെറ്റുപറ്റിപ്പോ. ഇനി പറ്റില്ല, ഉറപ്പ്. ഏട്ടത്തെ പറ്റി മനസ്സിൽ ഒരു കറിയും ഇനി തോന്നരുത്. ഏതോ ഒരു സില്ലി ടോക്ക്, ഞാനത് കാര്യമായിട്ട് എടുത്തിട്ടില്ല. നമ്മളൊക്കെ പലതരം ഭാരങ്ങൾ ചുമക്കുന്നു. ഞാനും വളരെ അപ്സെറ്റാണ് ഇടയ്ക്ക്. എല്ലാവർക്കും ഉണ്ട് പ്രോബ്ലംസ്. നളിനി അടുത്ത് അമേരിക്കയ്ക്ക് പോകുന്നു. 2 കൊല്ലത്തെ ഫെലോഷിപ്പ്. 2 ചിലപ്പോ 3, 4 ആകാം. പിന്നെ ഗ്രീൻ കാർഡ്, യെല്ലോ കാർഡ്, അവളെന്തൊക്കെയോ ചില നിയമങ്ങളൊക്കെ പറയുന്നത് കേട്ടു. അപ്പോൾ ബാബു എന്റെ കൂടെ. ആരോടും പരാതിപ്പെട്ടിട്ട് കാര്യമില്ല. അവളുടെ കരിയറാണ്, എന്റെ ഫേറ്റും. എന്തിന്റെ കുറവാണല്ലോ എനിക്ക് ഇവിടെ നിന്നാൽ? കുറവ് ഏട്ടത്തിക്ക് എന്തിന്റെ കുറവായിരുന്നു? വലിയ പൊസിഷനിലുള്ള ഭർത്താവ്, മിടുമിടുക്കത്തികളായ 2 കുട്ടികൾ, സൗകര്യങ്ങൾ, പണം. എന്നിട്ടും എപ്പോഴൊക്കെയോ അസംതൃപ്തി തോന്നി, ഇല്ലേ? അതാണ് ജീവിതം. സ്വർഗത്തിൽ നിന്ന് പുറന്തള്ളപ്പെട്ട ശേഷമേ മനുഷ്യൻ സ്വർഗത്തെ മോഹിച്ചു പറയാറുള്ളൂ.
ഇപ്പോ സുഖം തോന്നുന്നുണ്ടോ? ആ ഉണ്ണി വരൂ, വന്നോളൂ. അന്നൊരു സ്ഥലം വാങ്ങണ കാര്യം സീതാലക്ഷ്മി അച്ഛനോട് പറഞ്ഞിരുന്നല്ലോ, അത് ശരിയായി. ഇനിയൊരു വീടുണ്ടാക്കണം. സുഖമില്ലാതെ കിടക്കുമ്പോ ഞങ്ങളുടെ കഷ്ടപ്പാട് പറയുന്നില്ല. ആലോചിച്ചാ അറിയാലോ, ഞങ്ങൾക്ക് 2 പെൺകുട്ടികളാണ്. ഇത് രാജനാ, കടുപ്പ് ഇത്തിരി കൂടുതലാ, അകത്ത് കൂട്ടി വെച്ചിട്ടുണ്ട്. ഞാൻ പോകാൻ നോക്കുക. തന്റെ കണക്ക് ശാസ്ത്രം കേട്ട് കാത്തു നിന്നാലേ ഇപ്പൊ തന്നെ എല്ലാം തെറ്റി. അതപ്പൊ നന്നായത്, ശാസ്ത്രപ്പാരം കാണുന്നത് ഞാൻ പറയണം. താൻ വലിയൊരു എക്സ്പെർട്ട്, പോളോ ഓടുന്നു. പിന്നെ നിങ്ങളുടെ സൗകര്യത്തിന് മാഷയം കൊണ്ടുവരണം. അതപ്പൊ നന്നായത്. ആ വേഗം പുറപ്പെടാന്നോ? ഇനി ഇവിടെ കാത്തു കെട്ടി നിന്നിട്ട് എന്താ കാര്യം? ഇപ്പൊ പോയ ട്രാൻസ്പോർട്ട് കിട്ടും. ഏട്ടത്തെയും കുറച്ചു കഴിയുമ്പോൾ പുറപ്പെടാറായി. നമ്മളെ വിട്ടിട്ട് പോകാൻ പറയാം. അവർക്കതൊരു വലിയ വളവല്ലല്ലോ. കാറിലല്ലോ എന്നും നമ്മുടെ യാത്ര. നീ വേഗം റെഡിയാവുന്നുണ്ടോ? എങ്ങനെ പോയാലും ഡിന്നറും തേങ്ങാക്കൊലും എല്ലാം കഴിഞ്ഞേ നമ്മളവിടെ എത്തൂ. നാശം. എന്നോട് എന്തിനാ അതിന് ചാടി കയറുന്നത്? മനുഷ്യാവസ്ഥയല്ലേ, അങ്ങനെയൊക്കെ വരും. എല്ലാവർക്കും ഞാനൊരു നിസാരന് ഇവിടെ. നിനക്കും നിന്റെ ഏട്ടനുണ്ടല്ലോ, ആ പ്രമാണി, അയാളുടെ ഭാവം എന്താ? ഇതൊക്കെ ഒന്ന് കഴിയട്ടെ, ഞാൻ വെച്ചിട്ടുണ്ട്. ഒരു കാശുകാരന് മോളെ കിട്ടി 4 മുക്കാല് കണ്ടപ്പോ അയാളുടെ ഭാവം എന്താ? ഞാനൊക്കെ വെറും കൃമി, അയാളൊരു ചറ്റ. നിന്റെ അച്ഛൻ അതിലേറെ വലിയ ചറ്റ. നിങ്ങളുടെ തറവാട്ടുകാർ മുഴുവൻ കൂടി ഞങ്ങളുടെ രോഗത്തിന്റെ വിലയില്ല. ചിലക്കാണ്ട ഒരു ഭാഗത്തിരിക്കാൻ നല്ലത്. അധികം പറഞ്ഞാ ഞാൻ സൂക്കേടൊക്കെ മാറിയിട്ട് അച്ഛൻ അങ്ങോട്ട് വരണം. കണ്ണിന്റെ ഓപ്പറേഷന് അവിടെ ഞങ്ങൾ വേണ്ട ഏർപ്പാടൊക്കെ ചെയ്യാം. കുട്ടികളെയും കൂട്ടി അടുത്ത ദിവസം വരാച്ച. എന്തെങ്കിലും വിവരം ഉണ്ടെങ്കിൽ വിളിക്കാൻ ഏൽപ്പിച്ചിട്ടുണ്ട്. നടക്കട്ടെ അച്ഛാ, ഏടത്തി വഴിക്ക് ഞങ്ങളെ വിട്ടോളും. ഇറങ്ങട്ടെ ഏട്ടാ. പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. വാ നടക്ക, ചില്ലറയില്ല. ഇനി വരുമ്പോഴാവട്ടെ. അതപ്പൊ നന്നായത്. അല്ല അലിയെ നല്ലൊരു എന്താ വേണ്ടത്? എന്തോ പറയാൻ വരുന്നുണ്ട്. അച്ഛൻ സംസാരിക്കാൻ ശ്രമിക്കണ്ട, അനങ്ങാതെ കിടക്കും. ഇപ്പൊ കുറച്ച് സുഖമുണ്ടല്ലോ, ഞാനൊന്ന് പുറത്തുപോയി വന്നല്ലോ. പോയാ പിന്നെ കുടിച്ച് ബോധമില്ലാതെ കിടക്കണോടത്തുനിന്ന് നിന്നെ താങ്ങിക്കൊണ്ട് വരേണ്ടി വരും. എപ്പോഴേക്കും പോകണ്ട. പോയവരുടെ കയ്യിൽ നിന്ന് എന്തോ ചില്ലുവാനം കിട്ടിയിട്ടുണ്ടല്ലോ, അതിന് വെപ്രാളമാണിത്. പോയി അടക്കളപ്പണി എവിടെ നോക്ക്. അകത്ത് സഹായത്തിന് ഇപ്പൊ ഒരാളും ഇല്ലല്ലോ, അതാണൊരു വിഷമം. അവൾക്ക് ജോലിയില്ലേ? വെറുതെ എന്തിനാ ആളുകളെ ബുദ്ധിമുട്ടിപ്പിക്കുന്നത്? എന്താ പറഞ്ഞത്? മാഷെന്താ പറഞ്ഞത്? അമ്മുക്കുട്ടി വരും, ഞാൻ പറഞ്ഞു. ആരാ ചാമുക്കുട്ടി? അച്ഛനരെ കണ്ടിട്ട് കുറെ കാലമായല്ലോ. വരൂ. എപ്പോഴും തിരക്ക് തന്നെ. ഇപ്പൊ പോരാഞ്ഞിട്ട് അറിഞ്ഞിട്ടുണ്ടാവും ഇല്ലേ? മാഷക്ക് സുഖമില്ലാന്നുള്ള വിവരം അറിഞ്ഞു. അവിടുത്തെ സ്ഥിതി ആകെ പരിഗണില്ല. കാശിനോ പണത്തിന്റെയോ കുറവല്ല, ഒന്നിനും ആളില്ല. എല്ലാവരും വന്നു പറഞ്ഞു. വന്നു, മോഹം കാണിച്ചു, പോവുകയും ചെയ്തു. അടുത്ത സഹായത്തിന് അവനവന്റെ മക്കളോ മരുമക്കളോ ആരെങ്കിലും തന്നെ വേണ്ടേ? അതിനെപ്പോ ആളില്ലാത്തത്. മുജമ്മൻ ചെയ്ത സുഹൃതം. ഇപ്പൊ അമ്മാവൻ എങ്ങനെയുണ്ട്? കുറവുണ്ട്. സംസാരിക്കാറായപ്പോ ആദ്യം ചോദിച്ചത് അമ്മുക്കുട്ടി എത്തിയോന്നാണ്. കുട്ടി, കണ്ണ് പോയാല് കണ്ണിന്റെ കാഴ്ച അറിയൂ എന്നൊരു പഴഞ്ചൊല്ലുണ്ടല്ലോ. ഇപ്പൊ മാഷക്ക് അത് ബോധ്യമായിട്ടുണ്ടാവും. അമ്മുക്കുട്ടി പോണോന്ന് ഞാൻ നിർബന്ധിക്കില്ല. വയസ്സായ ആളുകൾക്ക് ഇനി എത്ര ദിവസമാണെന്ന് പറയാൻ വയ്യാത്ത അവസ്ഥയാണ്.
അവരുടെ ഒരു മനസ്സാവാൻ വേണ്ട. മനസ്താപം ഒന്നും പറയണ്ട, ഒക്കെ എനിക്കറിയാം. പക്ഷേ എന്നോട് മാഷ് പറഞ്ഞു, ഞാൻ വന്നു. കഴിഞ്ഞതിനെ പറ്റി ഇപ്പൊ ഇനി ചിന്തിച്ചിട്ട് കാര്യമില്ലല്ലോ. അല്ലെങ്കിൽ അമ്മുക്കുട്ടിക്ക് എന്താ ഇപ്പൊ അതുകൊണ്ട്? ഒരു ദുഃഖം എനിക്കില്ല. ഇരിക്കൂ, വഴി നടന്നു വന്നിട്ട്. വേണ്ട, വേറെയും തിരക്കും. അവിടെ ചെല്ലുമ്പോ മാഷ് ചോദിക്കുമ്പോ ഞാൻ എന്താ പറയേണ്ടത്? അച്ഛന്മാർ നടന്നോളൂ, ഞാൻ. എനിക്കും അവിടെ ചില അത്യാവശ്യ ജോലികളുണ്ട്. സൗകര്യം പോലെ പിന്നെ പറയും. ഞാനൊന്ന് പോയിട്ട് വരാം. അവനിവിടെ നിൽക്കുകയാണത്രേ. ഞാനിപ്പോ പോകുന്നില്ല, എനിക്ക് തിരക്കില്ല, ലീവുണ്ട്. മുത്തച്ഛൻ എപ്പോഴാ മരിക്കുക? വാടവിടെ. എവിടുന്ന് പഠിച്ചോ നിന്റെ മാനേജ്? പറയാൻ എവിടുന്ന് പഠിച്ചോ? കേട്ടില്ലേ അവൻ പറഞ്ഞത്? ആളുകൾ എന്ത് വിചാരിക്കും? വന്നവരൊക്കെ അച്ഛനൊന്ന് മരിച്ചു കാണാൻ പ്രാർത്ഥിക്കായിരുന്നു. കുട്ടികൾക്ക് അഭിനയം അറിയില്ല, അവനുള്ളോ തുറന്നു പറഞ്ഞു പോയി. സിമ്പിൾ. എക്സ്പ്ലനേഷൻ സ്റ്റഡി ക്ലാസ് ഒന്നും വേണ്ട. ഗെറ്റ് റെഡി. ഇപ്പൊ എന്നോട് വരണം. അയൽവക്കത്ത് വേറെ 2 ജന്തുക്കളെ കൂടി കളിക്കാൻ കിട്ടിയിട്ടുണ്ട്. മതി, പുറപ്പെടും. നീ വരില്ല അല്ലേ? അവൻ ഇവിടെ നിൽക്കട്ടെ. ശരി, സൗകര്യമുള്ളപ്പോ വന്നാ മതി രണ്ടാളും. കാറ് തിരിച്ചയക്കണോ? വേണ്ട. പിന്നെ എന്റെ യാത്രയെപ്പറ്റി ആലോചിച്ച് വെറുതെ വിഷമിക്കരുത്. ഇല്ലാത്ത പ്രോബ്ലംസ് ഒക്കെ വെറുതെ സങ്കല്പിച്ചുണ്ടാക്കും. അതാണ് സ്വഭാവം. ഓൾ ഫോർ ദ ബെസ്റ്റ് എന്ന് കരുതിയാൽ മതി. ആദ്യം ഈ ഇന്റർവ്യൂ കഴിയട്ടെ. വിഷ് മീ ഗുഡ് ലക്ക്. ഗുഡ് ലക്ക്. താങ്ക് യു. All for the best and good luck. മിസ്ട്രസിന് ഇങ്ങോട്ടുള്ള വഴിയൊക്കെ അറിയോ? മിസ്ട്രസ് ആയില്ല, ട്രെയിനിങ് കഴിഞ്ഞിട്ടേ ഉള്ളൂ. ആ, അബദ്ധത്തിൽ വഴി തെറ്റി വെച്ച് കാണും, അല്ലാതെ നീ വരില്ല. ഇപ്പൊ വഴിക്ക് വെച്ച് കണ്ടപ്പോ അമ്മാവനും ഇത് തന്നെ ചോദിച്ചു. അല്ല, രാജേട്ടൻ എന്താ അടുക്കളയില്? നാണിയമ്മക്ക് വാദം വരുന്നില്ല. ചീരു അടുക്കള കയറുന്നത് അച്ഛന് ഇഷ്ടമല്ല. ആള് ഗാന്ധി ശിഷ്യനാണെങ്കിലും വീട്ടിൽ അല്പ അയിത്തവും ശുദ്ധമൊക്കെ ഉണ്ട്. ടോപ്പ് സീക്രട്ടാ. എന്തേ മിസ്ട്രസ് ഒരു തിരുവിളയാട്ടം ഈ വഴിക്ക്? ഞാനൊരു ശുപാർശയ്ക്ക് വന്നതാണ്. വഴിക്ക് വെച്ച് അമ്മാവനോട് പറഞ്ഞു. കനത്തിലൊന്ന് മൂളി. വന്നാൽ ഒന്നുകൂടി നടത്തണം നിവേദനം. എഴുത്തച്ഛന്റെ സ്കൂളിൽ ഒരു വേക്കൻസി ഉണ്ട്. രാജേട്ടൻ ജോലിക്കാരിയൊന്നും ആയില്ലേ? ജോലി ഉണ്ടല്ലോ ഇപ്പോ. ഗ്രഹഭരണം, വെച്ചു വിളമ്പൽ. ശുപാർശ ചെയ്യാൻ ആരെങ്കിലും വേണ്ട പെണ്ണേ? അളിയന്മാരില്ലേ? ഓ, അടുക്കളപ്പണിക്ക് വേണമെങ്കിൽ ഇന്ന് ഞാൻ കിടന്നോളാം. ഇന്ന് മാത്രമായിട്ട് വേണ്ട, സ്ഥിരം തസ്തിക തരാലോ. രാജാ, എഴുത്തച്ഛന് തെരഞ്ഞു പോകേണ്ടി വന്നില്ല. ഭൂപണയമെങ്കിലും എന്തോ കാര്യം പറയാൻ എന്നെ നോക്കി വരികയായിരുന്നു. അത് നിന്റെ ഗുരുത്തത്തിനായി. എടോ, അടുക്കളയിലെ സ്ഥിതി എന്താ? ചോറുണ്ട്, പപ്പടം കാച്ചണം, പിന്നെ ഒരു... ഞാൻ അടുക്കള നോക്കാം, ഒരു 5 മിനിറ്റ്. എഴുത്തച്ഛന്റെ സ്കൂളിലേക്ക് നിനക്കെത്ര നടക്കണം? 3 നാഴിക. ഇവിടുന്ന് പോവാച്ചാലോ? അത്രയില്ല. നീ ഇവിടെ താമസിച്ചിട്ട് പോയാൽ എന്താന്നാ ഇപ്പൊ ഞാൻ ആലോചിക്കണം. രാവിലെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി വെച്ചിട്ട് പോവാനൊക്കെ സമയം ഉണ്ടാവോ?
ഇവൻ എന്തെങ്കിലും ഒരു പണി കിട്ടിപ്പോയാൽ ഇവിടെ ആരാ ഉള്ളത്? അപ്പോ അമ്മുക്കുട്ടിയുടെ വീട് പൂട്ടിയിടുവോ? നീ പറയണത് കേട്ടാ തോന്നും അവിടെ കൊട്ടാരവും കെട്ടിയിരിപ്പുള്ള സ്ഥലമാണ്. പറമ്പില്ലക്കാരുടെ പഴയ ആധാരപ്രകാരം ഇറവെള്ളം വീഴുന്ന സ്ഥലത്തിനെ അവകാശമുണ്ട്. അല്ല, ഞാൻ പറഞ്ഞെന്ന് മാത്രം. ശനി ഞായറും ഇടയ്ക്കൊന്ന് പോയി നോക്കാം. എന്റെ സൗകര്യം വരെ മതി. തലയിലെഴുത്ത്. അല്ലെങ്കിൽ 10-45 വയസ്സിൽ എടുത്തിട്ട പോലെ അവളെ കൊണ്ടുപോകേണ്ട കാര്യമില്ലല്ലോ. എന്റെ തലയിലെഴുത്ത് അതാണ്. BA പോയ നേരത്ത് ഞാനും വല്ല TTC എഴുതാൻ നോക്കിയാൽ മതിയായിരുന്നു. വീട്ടുമുറ്റത്ത് 10-300 റുപ്യ പരമസുഖം. 300 431 രൂപ 90 പൈസ, 10 പൈസ റവന്യൂ സ്റ്റാമ്പിന്റെ. അപ്പോ ഇനി എനിക്ക് ധൈര്യമായിട്ട് കടം ചോദിക്കാം. അല്ലെങ്കിൽ എന്തൊരു കടം? താമസം ഭക്ഷണ ചെലവ് വകയിൽ 200 രൂപ എന്റെ കയ്യിൽ അച്ഛനറിയാതെ. വേണ്ട, 200 വേണ്ട, 150 മതി. പോട്ടെ, നമ്മുടെ അമ്മുക്കുട്ടിയല്ലേ എന്ന് വിട്ടുവീഴ്ചയെ. ഓൾറെഡി പിന്നെന്താ? പിന്നെ ഗ്രഹഭരണ അടുക്കളപ്പണി 5 മണിക്ക് എണീറ്റ് പണി തുടങ്ങിയാല് 9:30 ഇറങ്ങാൻ ഒക്കൂന്ന് ഓർക്കണം. വക 2 തരേണ്ടൻ സംഖ്യ 300 കഴിച്ച് മാസം 1-ാം തീയതി കൃത്യമായി ടീ കക്ഷിക്ക് 150 തരേണ്ടതാകുന്നു. സമ്മതം? ഷൈലോക്ക് തന്നെ. ആരാര്? ഷൈലോക്ക്, നിനക്കറിയില്ല? എന്താ നല്ല വർത്താനം എന്തെങ്കിലും ഉണ്ടോ? നല്ലതാണോന്ന് അറിഞ്ഞൂടാ. MBAക്ക് സെലക്ഷൻ കിട്ടി. എന്ത് കാര്യം? ഇത് ഏട്ടത്തിയുടെ സാരോപദേശം. വിഷയം പതിവ് പോലെ ജാതകഫലം. ഗുണപാഠം എന്തെന്ന് വെച്ചാൽ നക്ഷത്രങ്ങളുടെ ദൈവന് കാത്തിരിക്കുക. ഇത് സീതാലക്ഷ്മിയുടെ ഭർത്താവിന്റെ വക. തത്വജ്ഞാനം മറ്റൊരു വകുപ്പിൽ. സ്ഥിരപ്രയത്നത്തിന്റെ മഹത്വം എന്ന് തലക്കെട്ട്. ഇടയ്ക്ക് തോന്നും വണ്ടി കയറി ഒരു പോക്കങ്ങ് പോയാലോ, വല്ല കൽക്കത്തയിലോ ബോംബെയിലോ ചെന്ന് വിട്ടാൽ എന്ത് ജോലിയെടുത്ത് ജീവിക്കാമല്ലോ. അങ്ങനെ ഓടിപ്പോവേണ്ട ഗതികേടൊന്നും ആയിട്ടില്ല. വഴിക്ക് വെച്ച് കാണുന്ന ഗുണകാംക്ഷികളുടെയൊക്കെ ഉപദേശം വേറെ. നമ്മുടെ മറ്റേയാളെ ചെന്ന് കണ്ടാൽ, മറ്റേയാളെ മുഖേന ഇയാളെ ചെന്ന് കണ്ടാൽ തയ്ക്ക് തന്നെ. എന്തേ വൈകിയത്? പഞ്ചായത്തിൽ ക്ലർക്കായി മാറ്റം വന്നൊരു സ്ത്രീ കാണാൻ വന്നു. അവർക്ക് ചെറിയൊരു വീട് വേണം വാടകയ്ക്ക്. എന്നിട്ട് കൊടുത്തു. 2 സ്ഥലം, 60 രൂപ വാടക, 3 മാസത്തെ വാടക അഡ്വാൻസ്. ഇപ്പോഴേ ഞാൻ പഴയ അമ്മക്കുട്ടിയൊന്നുമല്ല, ജന്മി ശമ്പളക്കാരി. 1-ാം തീയതി ഞാൻ വാടക പിരിക്കാനൊരു ഇറക്കമുണ്ടിന്. ഷൈലോക്ക് തന്നെ. നീ എന്തേ വൈകിയേ? കണ്ണില് മരുന്ന് ഒറ്റിച്ചിട്ടില്ല. ഏട്ടത്തിലെ കത്തുണ്ട് പത്മനാഭന്റെ. പത്മനാഭന് ചെറിയൊരു വീടുണ്ടാക്കണം. അച്ഛനും പിന്നീട് അവിടെ താമസിക്കാം. അച്ഛനെ കാണിക്കണമെന്ന് എഴുതിയിട്ടുണ്ട്. വായിക്കേണ്ട കാര്യമില്ല. ഒറ്റയ്ക്ക് ഇവിടെ ഞാൻ കഴിയുന്നതിലും ഭേദം ഇത് വിറ്റ് ആ കാശ് അവനെ ഏൽപ്പിച്ച് അവന്റെ കൂടെ ഞാൻ പരമസുഖമായിട്ട് കഴിയുക. അതല്ലേ കാര്യം? കൊച്ചിൻ യൂണിവേഴ്സിറ്റിയിൽ MBAക്ക് സെലക്ഷൻ കിട്ടിയിട്ടുണ്ട്. MBAക്ക് സെലക്ഷൻ കിട്ടാച്ചാൽ തന്നെ വലിയ അത്ഭുത. എന്തോ ഭാഗ്യം. എറണാകുളത്ത് 2 കൊല്ലം അല്ലേ? MBA കേമാന്ന് എനിക്കും അറിയാം. പ്രോവിഡന്റ് ഫണ്ട് കിട്ടിയത് മുഴുവൻ ചെലവ് ചെയ്ത സീതാലക്ഷ്മിയുടെ കല്യാണം നടത്തിയത്. ഒന്നും വേണ്ട എന്ന് പറഞ്ഞ കൂട്ടർക്ക് അവസാനമായപ്പോ 25 പവൻ കല്യാണ ചെലവിന് വേറെ. ഇപ്പോ 1-2 കൂട്ടർ കടക്കാരനാണ് ഞാൻ.